ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസ് ഇതെങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ അതിന് വലിയ ചെറിയൊരു കഥയുണ്ട്. ശരിക്കും ഞാനും റഫീഖ് സാറും ഡോക്ടർ ജസ്റ്റിനും ഞങ്ങളൊക്കെ നടത്തുന്ന ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും വർക്ക് ചെയ്യാൻ പണി അറിയുന്ന കുറച്ച് ആൾക്കാരെ ആവശ്യമുണ്ടായിരുന്നു. അന്ന് ഇങ്ങനത്തെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സൊന്നുമല്ല, പക്ഷേ ചുമ്മാ ഒരു ട്രെയിനിങ് ആയിട്ട് തുടങ്ങി. പക്ഷേ ആസ് വി മൂഡ് ഓൺ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലിയൊരു മൂവ്മെൻ്റ് ആയിട്ടാണ് ശരിക്കും GEC മാറിയത്. നമ്മളിത് ആക്കാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് അതിന് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. നമ്മൾ അസറിൻ്റെ പ്രൊസൻസ് തന്നെയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി ഇത് നെക്സ്റ്റ് മൊമെൻ്റ് ഇട്ട് ചെയ്യണം എന്നുള്ള രീതിയിലേക്കാണ് ഞാനൊക്കെ പേഴ്സണലി ഒരുപാട് നീട്ടി വെക്കും. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ആദത്തായി മാറിയിരുന്നു. പക്ഷേ ഞാൻ ഇക്കാലം ഇത്രയും കണ്ടിട്ടില്ല. അത് ഏറ്റവും കുറവുള്ള ഡോക്ടർ അസറിനെ. റഫീഖ് സാർ ഞങ്ങളൊരു കാഷ്വൽ കൺവെർസേഷനിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാളുടെ ജീവിതം ശരിക്കും നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മളെ ഏറ്റവും വലിയ സക്സസ് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരാൾക്ക് ജോലി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോബിലേക്ക് അവർ കയറുമ്പോൾ അയാളെ ഇൻഡിവിജ്വൽ ലൈഫ് മാത്രമല്ല മാറുന്നത്, ശരിക്കും ആ ഒരു ഹോൾ ഫാമിലി ആണ് അവിടെ അപ്ലിഫ്റ്റഡ് ആവുന്നത്. ഇതൊരു വെറുതെ ഒരു എഡ്യൂക്കേഷൻ മാത്രമല്ല, ഒരു ട്രാൻസ്ഫോർമേഷൻ മൂവ്മെൻ്റ് ആയിട്ടാണ് GEC ഇന്ന് മാറിയിട്ടുള്ളത്. ഒരു ജോലിയാണ് ഒരാളുടെ ശരിക്കുള്ള ഐഡൻറ്റിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ കാര്യം ഞാൻ വെച്ചു, ഞാൻ ഇന്നിപ്പോൾ ഡോക്ടർ റഫീഖ് എന്ന് പറയുന്നത് എൻ്റെ ഐഡൻറ്റിറ്റി അത് ജോലി കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ മാറ്റണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ലൊരു ജോലിയിൽ എത്തിക്കുക, അയാൾക്ക് നല്ലൊരു പണി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ലൈക്ക് നമ്മൾ തുടക്കത്തിൽ ഒരിക്കലും സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മൾ എന്തായാലും ജോലി തരും എന്നൊന്നും പറയാറുണ്ടായിരുന്നില്ല. കാരണം അത് നമുക്കറിയുന്ന കാര്യമല്ല, നമ്മുടെ കയ്യിലുള്ളതുമല്ല. ബട്ട് ഗ്രാജുവലി ആസ് യു മൂഡ് ഓൺ നമ്മൾ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പല സ്ഥലങ്ങളിൽ സക്സസ്ഫുള്ളി ജോലി ചെയ്ത് കയറുന്നുണ്ട്, ഇൻ്റർവ്യൂസ് അവർ നന്നായി ക്രാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡാറ്റ ശരിക്കും ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഡാറ്റയാണ്. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ അവർ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂസിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും, അവർ നല്ല ജോബിലെത്തുകയും ചെയ്യും. ഇവർ ജോബിലെത്തിയിട്ട് ഇറങ്ങുന്ന സമയത്ത് അതൊരു വല്ലാതെ ഫീലാണ്. ഈ 2000 സക്സസ് സ്റ്റോറീസിൻ്റെ ബാക്കിൽ ശരിക്കും നമുക്കൊരു ഹ്യൂജ് ടീം തന്നെയുണ്ട്. അതിൽ പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന നമ്മുടെ HR പ്ലേസ്മെൻറ്റ്സ് ടീം. അവർ സാധാരണ ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് ജോലിക്ക് വിളിക്കുമ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ഇല്ല ഇവിടെ ഓപ്പണിംഗ് ഒന്നുമില്ല, നോ ഓപ്പണിംഗ് എന്നൊക്കെ പറയില്ലേ, അവിടെ നിന്ന് ശരിക്കും ആ കോള് പലപ്പോഴും കൺവേർട്ട് ചെയ്ത് നമുക്ക് ഒരാളെ ഇൻ്റർവ്യൂവിന് വിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി നമ്മൾ പല സ്റ്റുഡൻസിനെയും പല സ്ഥലങ്ങളിലും ജോലിക്ക് അവർ ഭയങ്കര സക്സസ്ഫുള്ളി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ആസ് എ പ്ലേസ്മെൻറ്റ് ടീം എന്ന രീതിയിൽ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങളുടെ ടീം ബോണ്ട് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡെഡിക്കേഷൻ ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്, എഫേർട്ട് ഉണ്ട്. അത്രയും നല്ലൊരു സ്ട്രോങ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടീമാണ് ഞങ്ങൾ GECക്ക് ഉള്ളത്. നമ്മൾ 2000 ആൾക്കാർ ജോലിയിൽ എത്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ നമ്പർ അല്ല, അതൊരു വലിയ അച്ചീവ്മെൻറ്റാണ്. ഈ ഒരു 2000 പ്ലേസ്മെൻറ്റ് ജേണിയിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളും അതിലുപരി സങ്കടങ്ങളും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നത് മുതൽ ഒരു ഇൻ്റർവ്യൂ ബോർഡ് ഫേസ് ചെയ്യുന്നത് വരെ അവരെ എത്തിക്കുക എന്നത് ഭയങ്കര ഒരു ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അതിലിപ്പോൾ അവർക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർ സെലക്ട് ആയിട്ട് നമ്മളെടുത്ത് അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൂമെൻ്റാണ്. ഇതിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് ഫേമിലാണെങ്കിലോ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളൊരു ഹോസ്പിറ്റലിലാണെങ്കിലോ പോകുമ്പം ഫ്രണ്ട് ഓഫീസ് മുതൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ കാണാൻ പറ്റും. അപ്പോൾ ഇവർ വന്നിട്ട് മിസ്സേ എന്ന് വിളിച്ചിട്ടൊരു വരവുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതാണെങ്കിലും അതിൻ്റെ ലൊക്കേഷൻ ആണെങ്കിലും ടൈം ആണെങ്കിലും സാലറി ഡീറ്റെയിൽസ് ആണെങ്കിലും എന്താണ് അവരുടെ ജോബ് റോൾ എന്നുള്ളതും ഇതിനെക്കുറിച്ചൊക്കെ അവർ കുറച്ചുകൂടി കൺസേൺഡ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊന്ന് സെറ്റ് ആക്കുക എന്നുള്ളതാണ് നമുക്ക് വരുന്ന കുറച്ചുകൂടി എഫേർട്ട് ഇടേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ ടീമിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ട്രെയിനേഴ്സ് ആയാലും മെൻറ്റേഴ്സ് ആയാലും നമ്മുടെ പ്രൊഡക്ഷൻ ടീമായാലും IT ടീമായാലും എല്ലാവരും ഒരു കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ശരിക്കും ഈ ഒരു ഡ്രീംസ് അച്ചീവ്ഡ്, ഈ ഒരു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പം ഇങ്ങനെ 2000 ജോലി എന്നുള്ളത് 2000 പണി കിട്ടി എന്നുള്ള 2000 ആൾക്കാർക്ക് പണി കൊടുത്തു എന്നുള്ളത് വലിയൊരു ആഘോഷമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ഒരു ചെറിയ നമ്പർ അല്ലെങ്കിലും ഇനി ഇതിനേക്കാളും വലുത് വരും, ഇത് ഒരു ചെറിയ നമ്പറാക്കി മാറ്റുന്നുണ്ട്. 2000 പ്ലേസ്മെൻറ്റ്സ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ശരിക്കും GECയുടെ ഒരു ബിഗിനിങ് മാത്രമാണ്. നമ്മളിപ്പം പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഈ കോഴ്സാണ്. അപ്പോൾ നമ്മൾ ഇനി സ്കിൽ ഡെവലപ്മെൻറ്റിൽ ഞങ്ങൾ വിങ്സ് ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല വേൾഡ് ട്രേഡ് സെൻറ്റർ ലേണിംഗ് പാർക്കിൻ്റെ ഭാഗമായിട്ട് GEC മൂവ് ചെയ്യും.
നിയർ ഫ്യൂച്ചറിൽ. അപ്പോൾ അതിനോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റിലും നമ്മൾ IT ആയാലും അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, സിവിൽ, ഈ ഒരു സെക്ടേഴ്സിലേക്കൊക്കെ നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ 2000 ആൾക്കാരെ ജോലിക്ക് നമ്മൾ എവിടെയാണോ ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന് തേടി പിടിച്ച് അവരെ എത്തിക്കുകയാണെങ്കിൽ ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ ജോലി ഉള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്ത് ജോലിയാണോ ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതനുസരിച്ച് കുട്ടികളെ ആ പർട്ടിക്കുലർ ജോബ് കിട്ടുന്ന രീതിയിലേക്ക് മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പം നമ്മൾ ശരിക്കും ലിറ്ററലി നമ്മളൊരു പണി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് മാറും. ഇതോടൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം കോച്ചിങ്സ്, IAS, PSC, SSC കോച്ചിങ്സിലേക്ക് GC ഓൾറെഡി കാലെടുത്ത് വെച്ചിട്ടുണ്ട്. സക്സസ്ഫുള്ളി നമ്മുടെ ആ ഒരു വെർട്ടിക്കൽസും മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരുപാട് പ്ലാൻസ് GCക്ക് ഫ്യൂച്ചറിലുണ്ട്. അപ്പോൾ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനിയും ഈ ഒരു മൂവ്മെൻറ്റിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ പാർട്ടായിട്ട് തന്നെ ഇരിക്കണം. അപ്പം നമുക്ക് പണി കൊടുത്തുകൊണ്ടേയിരിക്കും. രണ്ടായിരത്തിലധികം തവണ നിറവേറ്റിയ പ്രോമിസ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസ്